അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തന്നെ ഉമ്മ എന്ന് വിളിക്കുവാൻ ഒരു മകനുണ്ട്, അത് ഷാമിൽ. ആ കാര്യത്തിൽ വല്ലാത്ത സന്തോഷമായിരുന്നു നമ്മുടെ ഉമ്മുൽ ഖൈറിന്. അതെ, ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് നിർവൃതി കൊള്ളും. അതെ റബ്ബേ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ നൽകിയില്ല, പകരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു പൊന്നുമോൻ എനിക്ക് നൽകിയിട്ടുണ്ട്. റബ്ബേ, എനിക്ക് എല്ലാ പ്രയാസത്തിലും താങ്ങായും തണലായും ഉണ്ടായിരുന്ന പൊന്നുമോനിത തിരിച്ചെത്തിയിരിക്കുന്നു. സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതാ അവൻക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം നൽകുന്നു. അത് തൊട്ടു മുമ്പിലായിട്ട് ഉമ്മുൽ ഖൈറും ഇരിക്കുന്നു. മോനെ കഴിക്ക്, മോൻ കഴിക്ക്. മോൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്തു പറ്റി മോനെ? മോൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? എന്നാൽ നാട്ടിലെ കാര്യങ്ങളും പ്രതിസന്ധിയും വിഷമവും ബുദ്ധിമുട്ടുമെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മുടെ ഷാമിൽ അറബിച്ചിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഉമ്മ, അത് എന്താ മോനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? വല്ലാതായിരിക്കുന്നല്ലോ മുഖമൊക്കെ. പറ്റിയങ്ങ് ക്ഷീണിച്ചു. ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ത് നല്ല മോനായിരുന്നു. അല്ല മോനെ, എന്തായി? ഒരു കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്തായി അതൊക്കെ? മോനെ, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിരുന്നു കേട്ടോ ആ കാര്യത്തിൽ. കാരണം ഒരു പക്ഷെ അവിടെ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് എൻ്റെ പൊന്നുമോനെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ, തൻ്റെ പൊന്നുമോൻ തിരിച്ചെത്തിയിരിക്കുന്നു. അവൻക്ക് വേണ്ടി നല്ല ഭക്ഷണവും എല്ലാം അറബിച്ച് നൽകുന്നത് കാണുന്നത് അറബി കാണുന്നു. ഹോ, അവനെ സൽക്കരിക്കാൻ എന്താ അവളുടെ ഒരു ഉഷാറ്. ഞാനൊരു വിവാഹം കഴിക്കാൻ നിന്നപ്പോൾ അവളതിന് സമ്മതിച്ചില്ല. അവളിപ്പോൾ അവനെ സൽക്കരിക്കുകയാണ്. എന്താന്നില്ലേ, മകനാണെന്ന് പറഞ്ഞ് വളർത്തുന്നുണ്ട് ഓരോന്നെണ്ണത്തിന്. എന്തൊക്കെ ഉദ്ദേശം ആർക്കറിയാം. എന്നാൽ നമ്മുടെ ഉമ്മുൽ ഖൈർ ഒരിക്കൽ പോലും തൻ്റെ പൊന്നുമോനെ അത് മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ, അള്ളാഹു എനിക്ക് നൽകിയ മോനെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. സ്നേഹത്തോടെ അവർക്ക് ഭക്ഷണം അവൻക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം അറബി കാണുന്നുണ്ടായിരുന്നു ദേഷ്യത്തോടെ. ഷാമിൽ അവനെ അങ്ങ് ഇല്ലാതാക്കണം, ഇവിടുന്ന് പറഞ്ഞു വിടണം. ഒരിക്കൽ പോലും അവനെ ഇവിടെ നിർത്തിയാൽ എനിക്ക് കൂടി ഇത് ദോഷമായി തീരും. എന്നാൽ ഭക്ഷണമെല്ലാം കഴിച്ചു. ഉമ്മ, മതി, എനിക്ക് സന്തോഷമായി, സമാധാനമായി. മോനെ, നിൻ്റെ മുഖത്ത് അത്ര തൃപ്തികരമല്ലല്ലോ. എന്താണ് കുട്ടിയുടെ വിഷമം? എന്തുണ്ടെങ്കിലും പറയണം, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തീർത്തു കൊടുക്കാം. അല്ല, ഉപ്പയുടെ വിവരങ്ങൾ എന്തൊക്കെ? ഉപ്പാക്ക് എങ്ങനെയുണ്ട് മോനെ? പൊന്നു മോനെ, ഉപ്പാക്ക് എങ്ങനെയുണ്ട്? അതെ, ഉമ്മുൽ ഖൈറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി. ഉപ്പയുടെ കാര്യമൊക്കെ ആലോചിക്കുകയാണെങ്കിൽ എല്ലാം വിഷമം തന്നെയാണ്. പക്ഷേ ഉപ്പ ഓക്കെയാണ്. പക്ഷെ അതിലേറെ എനിക്ക് എൻ്റെ അനിയത്തിമാരാണ് വേദന തോന്നുന്നത്. പാവൻ്റെ അനിയത്തിമാർ, എളാമ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, അതൊക്കെ ആലോചിക്കുമ്പോൾ റബ്ബേ. അതെ, ഇന്നല്ലെങ്കിൽ നാളെ അവരവിടുന്ന് അവനെ അവർ താമസിപ്പിക്കുകയും ചെയ്യും. ഷൗക്കത്തിനെ വീട്ടിൽ സ്ഥിരമായിട്ട് നിർത്താനും മടിക്കൂല എളാമ. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്, ആ വാഹനം, അതൊക്കെ ഇപ്പം അവിടെ അനാഥമായി കിടക്കുകയാണ്. സമാധാനമില്ല. പക്ഷേ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മ കുറച്ചധികം, എന്താ മോനെ, നിനക്ക് എന്താ പറ്റിയത്? എന്ത് വേണമെങ്കിലും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമല്ലോ. സ്നേഹത്തോടെ തൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് അതാ ഉമ്മുൽ ഖൈർ പറയുമ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എളാമ ചെയ്തു കൂട്ടുന്ന ആ ഒരു ചെറ്റത്തരങ്ങൾ ഒരിക്കൽ പോലും ഇവിടെ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം എന്തൊക്കെ തന്നെയാലും എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചവരല്ലേ എളാമ എന്ന് വെച്ചാൽ. അതുമാത്രമല്ല, എൻ്റെ അനിയത്തികളെ പ്രസവിച്ചത് അവരാണ്. ആ ഒരു പരിഗണന വെച്ചിട്ടെങ്കിലും ഒരാളെക്കുറിച്ചും എനിക്ക് പറയണ ഇഷ്ടമല്ല. പറയാനുള്ളത് നേരിട്ട് പറയാം, അല്ലാതെ ഇവരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഷാമിലിന് വല്ലാത്ത ദുഃഖവും വിഷമമായിരുന്നു. എന്നാൽ അത് ഉമ്മുൽ ഖൈർ തിരിച്ചറിയുകയാണ്. മോനെ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലോ, മോൻ ഇങ്ങനെയല്ലായിരുന്നു. ഉമ്മ, ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി കയറാം. എനിക്ക് ഏത് ഭാഗത്താണ് ഡ്യൂട്ടി ഉള്ളത്? മോനെ, ഒരിക്കൽ പോലും ഞാൻ നിന്നെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വിളിച്ചു വരുത്തിയത്. അതെ, എനിക്കൊരാളില്ല മോനെ. എനിക്ക് ഭർത്താവുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് നല്ല രീതിയിൽ പെരുമാറുകയോ എന്നോട് സ്നേഹത്തിൽ ഒന്നൊരു വാക്ക് പറയുകയോ ചെയ്യുന്നില്ല. എപ്പോഴും ഉപദ്രവിക്കുന്ന രീതിയിൽ. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോകുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ തണലെങ്കിലും എനിക്ക് ഉണ്ടാകുമായിരുന്നല്ലോ എന്ന്. എന്നാൽ എൻ്റെ മോനായിട്ട് നീയല്ലേ എനിക്ക് വന്നത്. പഠിച്ചോ, എനിക്ക് നീ നിന്നെയല്ലേ തന്നത്. അതുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ പറയാനും
അതിനൊക്കെ എനിക്കൊരാൾ അത്യാവശ്യമായിട്ട് തോന്നി. എൻ്റെ മോൻ ഒരു ജോലിയും ചെയ്യണ്ട, മോൻക്കുള്ള സാലറി ഞാൻ കറക്റ്റ് ടൈമിന് തന്നിരിക്കും. തീർച്ചയായും അത് അജ്വ ഈത്തപ്പഴങ്ങളുടെ ആ ഒരു തോട്ടം അതെനിക്കുള്ളതാണ്. എന്നാൽ അറബി അത് തികച്ചും അന്യായമായ രീതിയിലാണ് എടുക്കുന്നത്. എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് സത്യം പറഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടമാണ്. ഞാൻ കരുതും എനിക്ക് മക്കളില്ലെങ്കിലും അത് ദാനമായിട്ട് കൊടുക്കണം പാവങ്ങൾക്ക്, എത്തിയ മക്കൾക്ക് എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അവർ എൻ്റെ അനുവാദം കൂടാതെ എന്തിനൊക്കെയുള്ള പ്ലാനുണ്ട് മോനെ. സത്യമായിട്ടും ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയതും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല മോനെ. എൻ്റെ മോൻ ആ ഒരു അജ്വ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ കാര്യങ്ങൾ മോൻ നോക്കണം. അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം മോൻ തന്നെ. അതെ, അതിൽ പണിക്കാരുണ്ട്, എല്ലാവരുമുണ്ട് മോൻ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഇനിയും പഴയ പോലെ ഒന്ന് ഏറ്റെടുക്കണം. അതെല്ലാം ഇപ്പോൾ അറബിയുടെ കെയർ ഓഫിലാണ്. അതിൽ വരുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും അത് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം എന്നോടൊന്നും പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. എല്ലാം അവരുടെ ഇഷ്ടം. അതെനിക്ക് എൻ്റെ പിതാവ് സ്ത്രീധനമായി നൽകിയതായിരുന്നു. എൻ്റെ പിതാവ് നൽകിയതാണ് അതെനിക്ക്. അതെ, ആ ഏക്കർ കണക്കിന് തോട്ടം അതെനിക്ക് മാത്രം വേണ്ടിയിട്ട് തന്നതാണ്. എൻ്റെ മോൾക്ക് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവ് നൽകി എന്നല്ലാതെ അതിൽ നിന്ന് പകുതിയിലേറെ വരുമാനവും അദ്ദേഹമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ ഈയിടെയായിട്ട് മോനെ ഷാമിൽ, നീ നാട്ടിൽ പോയതിനു ശേഷം ഒരിക്കലും അതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എത്രയോ ഉണ്ട്. അതെല്ലാം ആ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് മോനെ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പിതാവ് കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കിയ തോട്ടമാണത്. അദ്ദേഹത്തിൻ്റെ വിയർപ്പാണ് അതിലുള്ളത്. അതിൽ കാഴ്ച നിൽക്കുന്ന അജ്വ ഈത്തപ്പഴങ്ങൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും എല്ലാത്തിനേക്കാളും അത്യാവശ്യം നല്ല ഉരുണ്ട രീതിയിലുള്ള ഈത്തപ്പഴങ്ങൾ, വളരെയധികം മധുരവുമുള്ളത്. അതുമാത്രമല്ല വളരെയധികം ഷിഫ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിച്ചിട്ട ആ ഒരു മരത്തിൻ്റെ ആ വിത്തിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മോനെ, അതിന് വളരെയധികം ബർക്കത്തുണ്ട്. അതിലൊരിക്കൽ പോലും ഈത്തപ്പഴങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. ഓരോ കുലയിലും നിറയെ പഴങ്ങളാണ്. എന്നാൽ പൊന്നു മോനെ, ഞാൻ അതിലേക്ക് പോയിട്ട് തന്നെ, നീ പോയതിനു ശേഷം പോയിട്ടില്ല. ഒരിക്കൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ആ ഈത്തപ്പഴത്തോട്ടത്തിലേക്കൊന്ന് കൊണ്ടുപോകുമോ? എന്തിന്? എന്ത് കാര്യത്തിന്? നീ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വല്ലാതെ അങ്ങ് ക്രൂശിക്കുകയായിരുന്നു. എന്നാൽ ഉമ്മുൽ ഖൈറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാമിലിനും സങ്കടം തോന്നി. ഉമ്മ, നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാം അങ്ങയുടെ ഇഷ്ട സ്ഥലമായ ആ ഒരു അജ്വ തോട്ടത്തിലേക്ക്. അങ്ങനെ അതാ ഷാമിൽ വണ്ടിയെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് അതാ അറബി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊന്ന് അജ്വ തോട്ടത്തിൽ പോയിട്ട് വരാം. എന്തിനായാലും എനിക്കൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കെൻ്റെ ഉപ്പത്തുനിന്ന് തോട്ടത്തിൽ ആ പഴങ്ങൾ മരത്തിൽ കഴിച്ചു നിൽക്കുന്നത് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഓ, പിന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ നീ അവനെ വിളിച്ചു വരുത്തിയത് അല്ലേ? എന്നാൽ അയാൾ ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു. സാരമില്ല, എന്ത് ചെയ്യാം, അവനൻ്റെ കാര്യത്തിന് കുറച്ചൊരിത് വേണ്ടേ? തീരെ ഒരു മൈൻഡില്ല, ഞാൻ എന്താ ചെയ്യുക? ഞാനെന്താ ഇവിടെ? ശരിക്കും അവർ കരഞ്ഞു പോയി. ഷാമിൽ, വണ്ടിയെടുക്ക്, ധൈര്യത്തോടു കൂടി അവർ പറഞ്ഞു. എന്നാൽ അയാൾ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവളുടെ മുമ്പിലേക്ക് ഞാനൊരു പെണ്ണിനെ കൊണ്ടുവരും, എന്നിട്ട് അവളുടെ മുമ്പിൽ എൻ്റെ ഭാര്യയെ വല്ലാതെ ലാളിക്കും, രണ്ടാം ഭാര്യയെ. അത് അവൾ കണ്ട് അവളുടെ ഹൃദയം പൊട്ടണം. അയാളുടെ ചിന്ത അതായിരുന്നു. എന്നാൽ ഈ സമയം അജ്വ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് ഷാമിൽ വാഹനം ഓടിച്ച് പോകുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തോട്ടത്തിലെത്തിയപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഷാമിൽ ഞെട്ടിപ്പോയി. അതെ, ശരിക്ക് കറക്റ്റ് രീതിയിൽ പരിചരണം ലഭിച്ചിട്ടില്ല. അതിന് വിളവെടുപ്പ് നടന്നു പോകുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് അത്രയൊന്നും വിചാരിച്ച ഇമ്പ്രൂവ്മെൻറ്റ് അതിലുണ്ടായിരുന്നില്ല. എന്നാൽ ആ കാഴ്ച കണ്ട് അതാ ഉമ്മുൽ ഖൈർ കരഞ്ഞുപോയി. മോനെ, ഇതിങ്ങനെയല്ലായിരുന്നല്ലോ. ഉമ്മ വേണ്ട രീതിയിൽ പരിചരണം കൊടുത്തില്ല. മോനെ, നീ പോയതിനു ശേഷം ഇവിടെ പണിക്കാർ ഉണ്ടാവും, പറിക്കുമെന്നല്ലാതെ കാര്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല മോനെ. ഉമ്മ, ഇൻഷാ അല്ലാ ഇനി മുതലെല്ലാം ശരിയാക്കാം. അതിനുള്ള വളങ്ങളും കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ കൊടുത്ത് അതിൻ്റെ പട്ടയെല്ലാം കറക്റ്റ് രീതിയിൽ വെട്ടിയെടുത്ത്
നല്ല രീതിയിൽ നനയും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറാകുന്ന തോട്ടമായിരുന്നു അത്. ആ തോട്ടത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഷാമിലിനും വല്ലാത്ത വിഷമം തോന്നി. ഉമ്മ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ റെഡിയായിക്കോളാം. മോനെ, ഈ തോട്ടത്തിൻ്റെ കാര്യങ്ങൾ മോനെ എന്നെ ഏൽപ്പിക്കുന്നു. അത് ഏത് പ്രതിസന്ധിയിലും എനിക്കൊരു പക്ഷേ ഇങ്ങോട്ട് അനുവാദം ഉണ്ടാവില്ല. അതെ, ഇന്ന് തന്നെ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോന്നതാണ്. എനിക്ക് എൻ്റെ ഉപ്പ തന്ന തോട്ടം ഒരിക്കൽ പോലും എനിക്ക് കാണാനുള്ള ഭാഗ്യം ഇനി ലഭിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. കാരണം കൂട്ടിലടച്ച കിളിയെ പോലെ എല്ലാം ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ എൻ്റെ ആഗ്രഹം പോലും ഒന്ന് പരിഗണിക്കില്ല. അത് എല്ലാവരുടെ ഇഷ്ടം. ഞാൻ അവിടെ അങ്ങ് ഒതുങ്ങിക്കഴിയായിരുന്നു. മോനെ, സത്യമായിട്ടും നീ വന്നപ്പോൾ എനിക്ക് ആശ്വാസമായി. ഷാമിലിനോട് എല്ലാ ദുഃഖങ്ങളും അവർ തുറന്നു പറഞ്ഞു. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ശരിക്കും അവരുടെ കരച്ചിൽ കേട്ടപ്പോൾ ഷാമിലിന് തോന്നി, ഉമ്മാക്ക് തണലായിട്ട് ഈ മോനുണ്ടാകും. ഉമ്മക്ക് അറിയാതിരിക്കൂ. അതെ, എൻ്റെ ഈ കൈകൾക്ക് ബലമുണ്ടെങ്കിൽ, എൻ്റെ ഈ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഉമ്മയെ ഞാൻ സംരക്ഷിക്കും. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ തോട്ടത്തിൻ്റെ കാര്യം മുഴുവനായിട്ടും ഞാൻ ഏറ്റെടുക്കും. അതിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ കാര്യം മാത്രം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം വിളവെടുപ്പ് കഴിഞ്ഞ് കൊണ്ടുപോയി വിൽക്കുന്ന പൈസ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്നല്ലേ. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. ആ മാതാവിന് സന്തോഷമായി. മോനെ, അതും കൂടി ഇങ്ങ് മാറ്റണം. അദ്ദേഹത്തിനുണ്ടല്ലോ ഇഷ്ടം പോലെ സ്വത്തും ഇതൊക്കെ. പക്ഷേ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒന്നുമില്ലെങ്കിൽ പൊന്നു മോനെ, അതിൽ നിന്ന് കിട്ടിയ സമ്പത്ത് കൊണ്ട് സ്വതക്ക നൽകിയാലല്ലേ ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അതെ, ഇന്നിവിടെ ഇഷ്ടം പോലെ അങ്ങ് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കുകയില്ല. തീർച്ചയായും അതെ. അതുകൊണ്ട് തന്നെ നമ്മൾ പാവങ്ങൾക്ക്, യത്തീമുകൾക്ക് സ്വതക്ക നൽകണം മോനെ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിനെങ്കിലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല മോനെ അതിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കാം കേട്ടോ. അതിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് മോനെ. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ക്യാഷുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോനോട് എന്ത് ഹെൽപ്പും ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സ്വതക്ക കൊടുത്തില്ലെങ്കിൽ അതിനെല്ലാം ഞാനായിരിക്കും മോനെ ഉത്തരവാദി. കാരണം അതെനിക്ക് വേണ്ടി എൻ്റെ പിതാവ് തന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് സ്വതക്കൊക്കെ ആവശ്യമുള്ളതും എല്ലാം അതിൽ നിന്ന് കിട്ടും. മോൻ എന്തെങ്കിലുമൊക്കെ വഴി ചെയ്യണം. ശരിക്കും ഷാമിലിനെ ഉമ്മുൽ ഖൈറിൻ്റെ വാക്കുകൾ കേട്ട് വിഷമമാണ് ആയത്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ഉമ്മ എന്നോട് ഹൃദയം പൊട്ടി പറയുന്ന പോലെയാണ് അവർ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും എന്നാൽ അപ്പോൾ തന്നെ ഷാമിൽ പഴുത്തു നിൽക്കുന്ന അജ്വ ഈത്തപ്പഴത്തിൻ്റെ മരത്തിന് മുകളിലേക്ക് ഞൊടിയിടയിൽ അവൻ കയറി അതിൽ നിന്നൊരു കുല പഴുത്ത ഈത്തപ്പഴങ്ങൾ പറിച്ചെടുത്ത് നേരെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മോനെ, ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ്. എൻ്റെ പിതാവിൻ്റെ ഖബറിലേക്കായിരിക്കും ഇതിൻ്റെ എല്ലാം പ്രതിഫലം. പക്ഷേ ഇതിൽ നിന്ന് സ്വതക്ക നൽകിയാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ക്യാഷാക്കി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് മോനെ, ഇതിൽ നിന്ന് പകുതി ഭാഗം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോൻ കൊടുക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. എന്താ, പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട്, മനുഷ്യർ, പട്ടിണി കിടക്കുന്നവർ, അതെ, കൈകാലുകളില്ലാത്തവർ, യത്തീമായവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട്, അനാഥർക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോൻ ഇതിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കണം. അതെൻ്റെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. എന്നാൽ ഇതൊരിക്കലും അറബി അറിയുന്നില്ല. എന്നാൽ ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. അതെ, ഇത്രക്കും വലിയ സ്വതക്ക ചെയ്യുന്ന ഒരു ഉമ്മ, അല്ലാതെ വെറും തൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം കൊടുത്ത് അതെല്ലാം വെറുതെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഷാമിലിൻ്റെ മനസ്സിലും സന്തോഷമായി. അങ്ങനെ അവർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു ഷാമിൽ വെള്ളം കൊണ്ടുവന്ന് അജ്വ ഈത്തപ്പഴം കഴുകി കൊടുത്തു. അവരത് സന്തോഷത്തോടെ ഭക്ഷിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അൽഹംദുലില്ലാഹ്. മോനെ, ഈ ഒരു ഈത്തപ്പഴത്തിൽ നിന്ന് ആരൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷിക്കുന്നുവോ, ഭക്ഷിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുവോ, ആ ഒരു പ്രതിഫലമെല്ലാം അതെൻ്റെ പിതാവിൻ്റെ ഖബറിലേക്ക് എത്തും മോനെ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഇത് വേഗം നടപ്പിലാക്കണം.
എന്നാൽ അറബി ഒരിക്കലും ഇതൊന്നും അറിയുന്നില്ല. ഉമ്മ, എന്നാൽ നമുക്ക് മോനെ പോകാം. അല്പസമയം ആ ഈത്തപ്പഴത്തോട്ടത്തിലൂടെയെല്ലാം ചിലവഴിച്ച് അവർ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അറബി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവന് എന്തൊക്കെയോ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അറബി അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകനെ വിട്ടിരുന്നു അവരുടെ പിന്നാലെ ഫോളോ ചെയ്യാൻ. പരിചാരകൻ അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞു, ആ, അത് അറബിച്ചിയും അവനും ഈത്തപ്പഴത്തോട്ടത്തിലാണ്. ഏത് തോട്ടത്തിൽ? അജ്വ തോട്ടത്തിൽ. ഓഹോ, അപ്പോൾ അതങ്ങവള് സ്വന്തമാക്കാനുള്ള പരിപാടിയായിരിക്കും. വിട്ടുകൊടുക്കില്ല ഞാൻ. അതെനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്, എനിക്ക് കൂടി ഉള്ളതാണത്, അല്ലാതെ അവൾക്ക് മാത്രമെന്ന്. പക്ഷേ അവൾക്ക് അതിലൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അല്പമെങ്കിലും അതിൽ പാവങ്ങൾക്ക് ദാനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചിട്ടില്ല. ഏത് പാവങ്ങൾ? ഇവിടെ ആരാ പാവങ്ങൾ? അല്ലയോ ഭർത്താവേ, എത്രയോ പാവങ്ങളുണ്ട്. അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, ഒരു നേരത്തെ ജീവിതത്തിന് വകയില്ലാത്തവർ, അങ്ങനെ ഒരുപാട് ഒരുപാട് എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ശരിയാണ്, നല്ല രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അല്പം ദാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ശക്തമായ കൈകൾ കൊണ്ട് അവളുടെ നേർക്ക് വരികയെന്ന്. എന്താണ് നീ പറഞ്ഞത്? ആർക്ക് ദാനം ചെയ്യാൻ? ഇതൊക്കെ എനിക്കുള്ളതാണ്. അടങ്ങി ഒതുങ്ങി മിണ്ടാതെ അവിടെ ഇരുന്നോണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അല്ലാതെ ഈത്തപ്പഴത്തിൻ്റെ കാര്യമോ അജുവയുടെ കാര്യമോ ബിസിനസ്സിൻ്റെ കാര്യമോ ക്യാഷിൻ്റെ കാര്യമോ അത് നീ നോക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അവകാശവും നിനക്ക് ഞാൻ തരുന്നില്ല. അന്ന് പേടിപ്പിച്ച് വിട്ടതായിരുന്നു. അതിനുശേഷം അവർക്ക് ഒരിക്കൽ പോലും ഒരല്പം പോലും അതിൻ്റെ ക്യാഷ് ഒന്നും കൊടുത്തിരുന്നില്ല. ശരിക്കും സഹ്റബത്തുൽ സങ്കടപ്പെട്ടിരുന്നു. പടച്ച റബ്ബിനോട് ദുആ ചെയ്തിരുന്നു. എന്തൊക്കെ തന്നെയാലും ഷാമിൽ എത്തിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ആശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. എന്നാൽ ഷാമിലിൻ്റെ കാര്യത്തിൽ ഉമ്മക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോനെ, അജ്വ ഈത്തപ്പഴത്തിൻ്റെ കാര്യം എല്ലാം മോനെ ഒക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ വിളവെടുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകാമെന്നും പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. എന്തോ ഉമ്മ? എന്ത് കാര്യം? അല്ല മോനെ, മോനിങ്ങനെ നടന്നാൽ മതിയോ? എനിക്കൊരു മരുമകളെയൊക്കെ വേണ്ടേ? ഒന്നുമില്ലെങ്കിലും മരുമകളുണ്ട് എങ്കിലും പറയാലോ. മോനെ, എനിക്ക് എൻ്റെ കുടുംബം ഇനി ഒന്നുമില്ലടാ. എനിക്ക് ആരും ഉണ്ടാവില്ല. അതെ, ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ എൻ്റേതായിട്ട് ഒരു ശേഷിപ്പും ഇവിടെ ബാക്കി നിൽക്കുകയില്ല. എന്നാലും എനിക്ക് എൻ്റെ മോനെന്ന് പറയാൻ, അതെ, നിയമപരമായിട്ടല്ലെങ്കിലും എനിക്ക് മോനെ നിന്നെ നിയമപരമായിട്ട് ഏറ്റെടുക്കാൻ നല്ല താല്പര്യമുണ്ട്. അതെ, നീ എൻ്റെ മകനായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ശരിക്കും ഷാമിലൊന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, അത് ഇത്രയധികം സ്നേഹം തരുന്ന എൻ്റെ ഉമ്മുൽ ഖൈർ, അതെ, അവനെനിക്ക് എന്നെ ഏറ്റെടുക്കുക. അവനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ഉമ്മ, നിങ്ങൾ അതിന് അറബി സമ്മതിക്കോ? മോനെ, എനിക്ക് എൻ്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? അല്ലാതെ വെറും ഭർത്താവിൻ്റെ കാൽ കീഴിൽ മാത്രം ഞാൻ ഞെരിഞ്ഞമർന്നാൽ മതിയോ മോനെ? അത് പറയുമ്പോൾ അവരുടെ ഹൃദയം പൊട്ടുന്നുണ്ടായിരുന്നു. അതെ, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ എന്തൊക്കെ തന്നെയാലും എല്ലാത്തിനും സമ്മതിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നാൽ വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല മോനെ, എൻ്റെ കുട്ടിയുടെ ജീവിതത്തിന് ഒരു അർത്ഥം വേണ്ടേ? ഇങ്ങനെ നടന്നാൽ മതിയോ? നമുക്ക് വേണ്ടേ കുഞ്ഞുങ്ങളൊക്കെ? ശരിക്കും അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ബുഷിയുടെ മുഖം ഓർമ്മ വന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.